CPM-ഉമായിട്ട് ഉസ്താദിന് ഭയങ്കര അടുപ്പമാണ്. CPM-ന് ആണ് ഈ നമ്മുടെ സമസ്തയുടെ പിന്തുണ, അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത കാലത്ത് CPM-ൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പ്രസ്താവനകൾ ഈ സമുദായത്തെ, മുസ്ലിം സമുദായത്തെ മൊത്തം അകറ്റിയിട്ടുണ്ടോ? CPM എന്ന നിലക്കല്ല, LDF എന്ന നിലക്ക്. അത് CPM ഉണ്ട്, അല്ലാത്ത പാർട്ടികളുണ്ട്. LDF-നോട് ഞങ്ങൾക്ക് കുറച്ച് അടുപ്പമുണ്ടായിട്ടുണ്ട്. അത് UDF-ൽപ്പെട്ട ഒരു കക്ഷി ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കാൻ വന്നപ്പോൾ ഞങ്ങൾ LDF-ഉമായിട്ട്, അതേ സമയത്ത് LDF-ൻ്റെ നേതാവായ മുഖ്യമന്ത്രിയോടക്കം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മതവിരുദ്ധമായി നിങ്ങൾ വല്ലതും പറഞ്ഞാൽ ഞങ്ങളതിനെ എതിർക്കും, അല്ലാതെ ഞങ്ങൾക്ക് അടങ്ങി നിൽക്കാൻ കഴിയില്ല. അതിന് ഉദാഹരണമായിട്ട് മറ്റേ ദേശാഭിമാനിയിൽ എന്തോ ഒരു ലേഖനം ഇതിൻ്റെ മുമ്പായിട്ട് നമ്മൾക്കെതിരായി വന്നു. ഞങ്ങളന്ന് തന്നെ അതിനെ എതിർത്തു. സിറാജ് ലേഖനം എഴുതി, പ്രസ്താവനയും കൊടുത്തു, എല്ലാം കൊടുത്തു. അപ്പോൾ ഞങ്ങൾ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെയല്ലല്ലോ. അവരെ പാർട്ടിക്കാരെന്ന് പറഞ്ഞാൽ അത് അപ്പടി സ്വീകരിച്ച് അതിനൊരു ന്യായം കണ്ടെത്തി. ഞങ്ങൾ മതപരമായ കാര്യങ്ങൾ പറയാനുള്ളതാണ് സമസ്ത. ആ മതപരമായ കാര്യത്തിൽ ആര് എതിർപ്പ് പറഞ്ഞാലും അത് ശരിയല്ല എന്ന് ഞങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതല്ലാതെ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശക്തിയൊന്നും ഞങ്ങൾക്കും ഇല്ലല്ലോ. ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അത് ബോധ്യപ്പെട്ടതിൻ്റെ അടയാളമാണ് നമ്മുടെ ഈ കേരള യാത്രയിൽ നിങ്ങളാദ്യം പറഞ്ഞതുപോലെ പണ്ട് എതിർത്തവരും എല്ലാ ആളുകളും ഇപ്പോൾ അണിനിരക്കുന്നുണ്ട്. വളരെയധികം സന്തോഷത്തിലായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിനോടുള്ള അങ്ങോട്ടുള്ള സമീപനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അതാ ഞാൻ പറഞ്ഞ, മുസ്ലിം ലീഗ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ ഞങ്ങളൊരു പാർട്ടിയോട് അടുപ്പവും വിദൂരതയും ഉണ്ടായിട്ടില്ല. ഞങ്ങളോട് അടുക്കുന്ന എല്ലാവരെയും അടുപ്പിച്ചെടുക്കുക, അതല്ലാതെ മുസ്ലിം ലീഗ് എന്ന ആ പേരിലോ അല്ലെങ്കിൽ CPM എന്ന പേരിലോ ഞങ്ങളുടെ പ്രവർത്തനം ഇതുവരെ അനുകൂലവും പ്രതികൂലവും ഉണ്ടായിട്ടില്ല. മുസ്ലിം സമുദായം ഇപ്പോൾ ഈ ഐക്യം മതപരമായ കാരണങ്ങൾ കൊണ്ടാണോ, അത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടുണ്ടായതാണ്? എൻ്റെ ഐക്യം രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് ഐക്യമുണ്ടായോ ഇല്ലേ എന്നിപ്പോൾ ഇലക്ഷൻ വരുമ്പോഴേ നമുക്ക് തിരിയുള്ളൂ. ഇവിടെ ജനങ്ങൾ പരസ്പരം എതിർക്കുന്നത് കുറച്ചിരിക്കുന്നു എന്നത് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലം തന്നെയാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സാർ, ഇതിൻ്റെ ഉപചോദ്യമായിട്ട് തന്നെ ഒരു കാര്യം ചോദിക്കുകയാണ്. ഈ സുന്നി ഐക്യം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ജിഫ്രി തങ്ങൾ പറഞ്ഞു ഒരുപാട് വിട്ടുവീഴ്ചകൾ വേണ്ടി വരുമായിരിക്കും, പക്ഷെ ഞങ്ങൾ അതിന് തയ്യാറാണ്, ഇരുകൂട്ടരും. അപ്പോൾ അതിൽ വലിയൊരു സംഭവമായിരിക്കും മുസ്ലിം ലീഗുമായിട്ടുള്ള അടുപ്പവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ എങ്ങനെയായിരിക്കും അത് നമ്മൾ ഊഹിക്കല്ലേ. തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾ വേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമാണല്ലോ. ഇപ്പോൾ കോൺഗ്രസ്സുകാർ തെറ്റിയിട്ട് പിന്നെ യോജിച്ചപ്പോൾ സെക്രട്ടറിമാരെ വർദ്ധിപ്പിക്കുക എന്നാണ് അവർ തീരുമാനത്തിൽ കണ്ടെത്തിയത് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ്, അല്ലേ? 100 സെക്രട്ടറി, 200 സെക്രട്ടറി. ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ്. അതുപോലെ ഞങ്ങൾ സെക്രട്ടറി പ്രസിഡൻറ്റിൻ്റെ അടുത്തെന്ന് പറയല്ല. വിട്ടുവീഴ്ചകൾ എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ ഉള്ളൊരു വിട്ടുവീഴ്ച എന്ന് തങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് 80 അംഗ മുഷാവറയാക്കേണ്ടി വരുമോ? 2 മുഷാവറയും കൂടി അതൊക്കെ അന്ന് ആലോചിക്കേണ്ടതാണ്. ഇപ്പോഴതൊന്നും പറയാൻ പറ്റൂല. ചിലപ്പോൾ തങ്ങളതായിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്,
അത് നമുക്കറിയില്ല. ഈ മുസ്ലിം ലീഗിന് താങ്കളുമായിട്ടുള്ള അടുപ്പം അല്ല ഈ വന്ന മാറ്റം എന്നുള്ളത് ഈ സുന്നി ഐക്യവുമായിട്ട് അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവര് വളരെ ബന്ധമുണ്ട്. മുസ്ലിം ലീഗ് ഇപ്പോൾ ഞങ്ങളോട് അടുത്തുനിന്നോ വിട്ടുന്നോ ഞങ്ങളിപ്പോൾ വന്നു ഒരിക്കലും പറയുന്നില്ല. മുസ്ലിം ലീഗിലുള്ള വളരെ നല്ല ബുദ്ധിമാന്മാർക്ക് കാര്യം ഗ്രഹിക്കാൻ സാധിച്ചു. ഇവിടെ യോജിച്ചു പോകലാണ് രാജ്യത്തിൻ്റെ നന്മ എന്ന്. അതുകൊണ്ട് അവരിൽ പലരും അടുത്ത് വരുന്നുണ്ടാവും. ഈ വിയോജിപ്പിൻ്റെ സമയത്ത് ഈ മഹല്ലുകളിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാവുക, കേസുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാം. അതൊക്കെ മഹല്ലുകളൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരെ ഒരുമിച്ച് തന്നെ പല മഹല്ലുകളിലൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു സുന്നികൾക്ക്. അതൊക്കെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു എന്ന് കരുതുന്നുണ്ട്. ഒരു ഭിന്നപ്പിൻ്റെ അല്ലെങ്കിൽ പരസ്പര പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഈ ഭിന്നിപ്പായിട്ട് എത്ര കാലത്തോളം പോകും, അത് നടക്കില്ല. അപ്പോൾ ഭിന്നിപ്പില്ലാതെ ഇരിക്കണമെന്ന് നേരത്തെ ഉദ്ദേശിക്കുന്ന അത് പ്രാബല്യത്തിൽ വന്നു എന്നേ ഉള്ളൂ, എന്നല്ലാതെ ഒരു പുതുതായിട്ടൊന്നും വന്നതൊന്നല്ല. അതെ, ഇന്ന് മാനവികതയ്ക്ക് വേണ്ടി ഇല്ലെങ്കിൽ മനുഷ്യർക്കൊപ്പം എന്നുള്ള മുദ്രാവാക്യങ്ങളായിട്ടാണ് സംസ്ഥയുടെ പരിപാടികളായിക്കോട്ടെ കേരള യാത്രകളായിക്കോട്ടെ ഒക്കെ പോകുന്നത്. എന്നാലും അതേ സമയത്ത് തന്നെയാണ് പറയുന്നത് സലഫികളോട് അല്ലെങ്കിൽ വഹാബികളോട് സലാം പറയുന്നത് പോലും നമ്മൾ ഇതാക്കില്ല. അപ്പോൾ അതൊരു രണ്ട് ഇതായിട്ട് പോകുന്നില്ലേ? അല്ലെങ്കിൽ അത്രമാത്രം വിരോധം വെക്കുമ്പോൾ സമൂഹത്തിൽ നിന്ന് ഉയരുന്നൊരു ചോദ്യമുണ്ട്, ഒരു ചാപ്പ കുത്തലല്ലേ സലഫികൾ? നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഇവിടെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, CPM നിന്ന് സസ്പെൻഡ് ചെയ്തു, ഇങ്ങനെ പല രാഷ്ട്രീയ പാർട്ടികളും അവരെ സജീവ പ്രവർത്തകന്മാരെ സസ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. സസ്പെൻഡിൻ്റെ അർത്ഥം മടക്കിയെടുക്കാൻ പറ്റിയാൽ മടക്കിയെടുക്കാം, ഇപ്പം അവരുമായി ബന്ധമില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പം അതൊരു ഈ സുന്നി അല്ലാത്ത പുതിയ ആശയം കൊണ്ടുവരുമ്പോൾ അവരെ സസ്പെൻഡ് ചെയ്യുന്നു എന്നാണ് അപ്പുറത്തിൻ്റെ അർത്ഥം. അത് നിങ്ങൾക്ക് അനുഭവത്തിൽ അറിയുന്നതല്ലേ അല്ലേ? ഇപ്പോൾ CPM എത്ര ആളുണ്ട് സസ്പെൻഷൻ ചെയ്യിക്കുന്നവർ? CPI എത്ര ആൾ സസ്പെൻഡ് ചെയ്തു? മുമ്പ് മന്ത്രിയായിരുന്ന ആളുകൾ വരെ ഇപ്പോൾ സസ്പെൻഷനിലാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവരുമായിട്ട് അകന്ന് നിൽക്കാന്ന് തന്നെയല്ലേ? അതുപോലെ തന്നെ ഇതും. അതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ സുന്നിയിലൊക്കെ മടക്കി വന്നിട്ടുണ്ട്, പാർട്ടിയൊക്കെ മടക്കി വരുമ്പോൾ. അല്ല, മുജാഹിദുകളുമായിട്ടുള്ള ബന്ധത്തിൽ അത് ആശയപരമായിട്ടാണ് എതിർക്കേണ്ടത്, ആ വ്യക്തിയെ അല്ല എന്ന് പറയാറുണ്ട്. ആ വ്യക്തിയെ അല്ല, ഉറപ്പ് തീർച്ച. അതാണ് ഞാൻ ഈ രാഷ്ട്രീയ പാർട്ടിൻ്റെ സസ്പെൻഷൻ ഉദാഹരണം പറഞ്ഞത്. അവർ CPI കുറേ ആളെ സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഡ് ചെയ്ത ആളുകളെ വ്യക്തി അല്ല, അവർ ചെയ്തത് പാർട്ടിക്ക് അനുയോജ്യമല്ലാത്ത കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കല്ലോ അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അല്ല, അവരോട് സലാം പറയരുത് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ സലാം പറയലും അങ്ങനെ പല ചിട്ടകളുണ്ട് സുന്നികൾക്ക്. അത് നിർത്തുമ്പോൾ ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കുമല്ലോ, ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് ശരിയല്ല, ഞാൻ സമുദായത്തിൻ്റെ കൂടെ ഉണ്ടാവേണ്ടവനാണ് എന്ന് മനസ്സിലാക്കി അവർ ആ മോശമായ ആശയത്തിൽ നിന്ന് മടങ്ങും. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ മടങ്ങിയിട്ടുണ്ട്. താങ്കൾ ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തിയാണ്. അപ്പം ഇപ്പോൾ 12 വർഷമായിട്ട് BJP ആണ് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പോൾ ഈ BJP അധികാരത്തിൽ വന്ന ശേഷം ഇന്ത്യയിലെ മുസ്ലിംസിൻ്റെ അവസ്ഥകൾ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ് താങ്കൾ അതിനെ വിലയിരുത്തുന്നത്? ഒരു പേടി ഉണ്ടായിരുന്നു, BJP ഭരിക്കുന്ന ഇന്ത്യയിലെ മുസ്ലിം സേഫ് അല്ല, ആയിരിക്കില്ല. ഗ്രാൻഡ് മുഫ്തി എന്നവർക്ക് ഞങ്ങൾ ഡൽഹിയിൽ പലപ്പോഴും യോഗം ചേരാറുണ്ട്. അതിൽ ഇന്ത്യ രാജ്യത്തുള്ള മറ്റു വലിയ ഓരോ തരത്തിലുള്ള മുഫ്തിമാരെല്ലാം ആ യോഗത്തിൽ വരികയും
യോഗത്തിൽ വന്നിട്ട് ഇവിടെ മുസ്ലിംകൾക്ക് സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അവർക്ക് കിട്ടേണ്ടുന്ന ഗുണങ്ങളും പ്രധാനമന്ത്രിയെ കണ്ട് നേരിട്ട് പറഞ്ഞിട്ടും ഉണ്ട്. അതുകൊണ്ട് മുഫ്തികളാകുക എന്ന് പറഞ്ഞാൽ മതപരമായ കാര്യത്തിൽ മറുപടി കൊടുക്കാനാണ് ഇതിൻ്റെ അർത്ഥം. എങ്കിൽ പോലും ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഒന്നിലധികം പ്രാവശ്യം കാണുകയും അദ്ദേഹത്തോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൗരത്വം വന്ന സമയത്ത് ഞങ്ങൾ ഏകദേശം ഒരു 50ഓളം ആളുകൾ ഇന്ത്യ രാജ്യത്തുള്ള മുഫ്തിമാർ ഡൽഹിയിൽ ഒന്നിച്ചുകൂടി പ്രധാനമന്ത്രിയോട് സമയം വാങ്ങി അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിന് പ്രതികൂലമായിട്ടൊന്നും അന്ന് നമ്മളോട് പറഞ്ഞിട്ടുമില്ല. ഇന്ത്യയിലെ പൗരത്വം, അത് മുസ്ലിമിനും പൗരത്വം കൊടുക്കണം, അതാണ് അവിടെ തർക്കമുണ്ടായത്. പുറമേ നിന്നായി വന്നാലും ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും മറ്റ് ആളുകൾക്കും എല്ലാം കൊടുക്കാമെന്നും മുസ്ലിംകൾക്ക് കൊടുത്തുകൂടാമെന്നാണല്ലോ ഉണ്ടായത്. അതിനെതിരായി ഞങ്ങൾ പ്രധാനമന്ത്രിയെ കണ്ട സമയത്ത് വിശദമായി സംസാരിക്കുകയും അദ്ദേഹം ഈ കാര്യത്തിൽ ചിന്തിക്കാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അത് BJP അധികാരത്തിൽ വന്നാലും ആര് വന്നാലും പറയുന്ന കാര്യങ്ങൾ അവരോട് പറയും. അതിനൊക്കെ സംഘടനയും ശക്തിയുമുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ സ്ത്രീകളുടെ ആഹ്ലാദ പ്രകടനങ്ങൾ, അതിൽ ചില സുന്നി പണ്ഡിതന്മാർ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ പൊതുരംഗത്ത് ഇങ്ങനെ വന്ന് സമരങ്ങളിൽ പിന്നെ ഇതുപോലുള്ള പ്രകടനങ്ങളിലൊക്കെയുള്ള സ്ത്രീ പങ്കാളിത്തത്തെക്കുറിച്ച്. വാസ്തവത്തിൽ സ്ത്രീകളുടെ ഈ പൊതുരംഗത്തെ, അപ്പോൾ താങ്കളുടെ ഇടയ്ക്കിടയ്ക്കുള്ള പ്രസ്താവനകളാണ് പണ്ട് വിവാദമാവാറ് ഇതുമായി ബന്ധപ്പെട്ടിട്ട്. അത് എന്താണ് വാസ്തവത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് സ്ത്രീകൾ അങ്ങനെ രംഗപ്രവേശനം ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ്. അത് ഈ കഴിഞ്ഞ ആഹ്ലാദ പ്രകടനങ്ങളിൽ ചില സ്ഥലത്തൊക്കെ അതിന് കവിഞ്ഞ് ഉണ്ടായി എന്നറിഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങളതിന് ഉത്തരവാദപ്പെട്ട നേതാക്കളോട് അത് സംബന്ധമായി സംസാരിച്ചിട്ടും ഉണ്ട്, ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അതാണ് പണ്ഡിതന്മാരുടെ ചുമതല തന്നെ. സ്ത്രീകൾ ഇങ്ങനെ അഴിഞ്ഞാടാൻ പാടില്ല, അത് ലോകത്തിന് നാശമാണ് എന്ന് പണ്ട് പറയുന്നത് ഇപ്പോഴും പറയുന്നുണ്ട്, എപ്പോഴും പറയണം.